തേച്ചൊരുക്കിയ ഊട്ടുരുളിയിൽ അരിയും നെല്ലും നിറച്ച് കോടിമുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കനിവെള്ളരിയും കണിക്കൊന്നയും പഴങ്ങളും പച്ചക്കറികളും നിരത്തി മലയാളികൾ കണിയൊരുക്കി. കൂടെ ഒമാനി റിയാലും. പ്രവൃത്തി ദിനമായതിനാൽ തിരക്കിട്ടാണ് വീടുകളിലും ഫ്ളാറ്റുകളിലുമൊക്കെ കണിയൊരുക്കിയത്. കണ്ണനെ കണി കണ്ട് കൈനീട്ടവും വാങ്ങി നേരെ ജോലി സ്ഥലത്തേക്കാണ് പലരും പോയത്. മസ്കറ്റിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിരവധി പേർ കണി കാണാനെത്തിയെങ്കിലും പുലർച്ചെ മുതൽ പെയ്ത കനത്ത മഴ മൂലം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തിരക്ക് കുറവായിരുന്നു. ബാച്ചിലർ താമസ കേന്ദ്രങ്ങളിലും പ്രവാസി തൊഴിലാളികൾ കണിയൊരുക്കി വിഷുവിനെ വരവേറ്റു. ഫ്ളാറ്റുകളിൽ കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേർന്നാണ് വിഷു ആഘോഷിച്ചത്. രാജ്യത്തെ ഹൈപ്പർ മാർക്കറ്റുകളിലും റെസ്റ്റോറന്റുകളിലും ഒരുക്കിയ സദ്യയ്ക്കും നല്ല തിരക്കായിരുന്നു. 2.5 മുതൽ 3.5 റിയാൽ വരെയാണ് സദ്യയ്ക്ക് ഈടാക്കിയത്. മലയാളി തമിഴ് വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുന്ന ചില ഇന്ത്യൻ സ്കൂളുകൾക്ക് മാത്രമാണ് വിഷുവിന് അവധി ലഭിച്ചത്. ഇനിയുള്ള വാരാന്ത്യങ്ങളിലാകും രാജ്യത്ത് പ്രവാസികളുടെ വിഷു ആഘോഷം പൊടിപൊടിക്കുക. ഈദ്, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ ഒരുമിച്ചാകും പ്രവാസികൾ ആഘോഷിക്കുക. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.